നമസ്കാരം. ഓപ്പൺ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിൽ ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു ജിഷ്ണുവിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ? ആരാണ് ജിഷ്ണുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ? ഓപ്പൺ ഫോറം പരിശോധിക്കുന്നു. ഒരു കാലത്ത് പൊതുസമൂഹത്തേക്കാൾ കൂടുതൽ പൗരബോധം പ്രകടിപ്പിച്ചിരുന്നവയായിരുന്നു കേരളത്തിലെ കലാലയങ്ങൾ. എന്നാൽ അവിടേക്ക് കച്ചവട താല്പര്യങ്ങൾ കയറി വന്നപ്പോൾ പുറത്തു വരുന്നത് പീഡനങ്ങളും ആത്മഹത്യകളും മാത്രം. കലാലയങ്ങളെന്നാൽ കാലൻ്റെ ആലയങ്ങളെന്ന് തിരുത്തി വായിക്കപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ജിഷ്ണുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കോളേജ് അധികൃതർ ജിഷ്ണുവിനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. കോപ്പി അടിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജിഷ്ണുവിന് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പാമ്പാടിയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ ജിഷ്ണുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സമാനമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോളേജാണ് പാമ്പാടി നെഹ്റു കോളേജ്. കോളേജിനെതിരെ പല പീഡന ആരോപണങ്ങളും പിന്നീട് വിദ്യാർത്ഥികളിൽ കൂടി പുറത്തു വന്നു. എന്താണ് വിഷയത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ജയിൽ പോലെയാണ്. അപ്പൊ അതിനകത്ത് കൂടെ ചെറിയൊരു 2 വഴിയുണ്ട്. അപ്പൊ അവിടെ 10 സ്റ്റാഫ് വെക്കും. 10 സ്റ്റാഫ്. ഒരാള് ചെക്കന്റെ താടി എത്ര വളർന്നിട്ടുണ്ട്, വേറൊരാള് മുടിയുടെ നീളം, മറ്റൊരാള് 10 സ്റ്റാഫിന്റെ അവരോട്ട് പറയുന്നത്. വേറൊരാള് ചെക്കൻ ID കാർഡ് ഇട്ടിട്ടുണ്ടോ, വേറൊരാള് പാന്റിന്റെ താഴെ എത്ര ടൈറ്റ് ഉണ്ട്, വേറൊരാള് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, വേറൊരാള് മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ വേണം. മീൻസ് അവരൊക്കെ നമ്മുടെ ഈ എയർപോർട്ടിൽ ചെക്കിങ്ങിന് വരുമ്പോൾ കാണുന്ന ഈ നമ്മുടെ ബോഡി തൊട്ട് നോക്കില്ല, അങ്ങനെയാണ് ഒരു കോളേജിനകത്ത് കയറുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ആ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. സത്യം പറഞ്ഞാൽ കുറെ സന്തോഷമുണ്ട്. നെഹ്റു കോളേജിനെതിരെ ഇപ്പോഴെങ്കിലും 4 ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയുള്ളൂ. പക്ഷെ വേറൊരു സങ്കടം എന്താന്ന് പറഞ്ഞാൽ ജിഷ്ണു, ഞങ്ങളെ ഈ 2014 രേഷ്മ എന്ന് പറഞ്ഞ ഒരു കുട്ടി ബസ്സിൽ നിന്ന് ചാടി മരിച്ചപ്പോൾ കോളേജിന്റെ നമ്മുടെ BCA ഡിപ്പാർട്ട്മെന്റ്, ആ കോളേജിന്റെ പൊട്ട റൂൾസ്, ഒരാണും പെണ്ണും സംസാരിച്ചെന്ന് കരുതി ആ കുട്ടിയുടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച് കുട്ടീനോട് വീട്ടുകാരോട് പറഞ്ഞത് നിങ്ങളുടെ മോൻ ഇവനെ വേറൊരു കുട്ടിയും കൂടെ ഇങ്ങനെ അശ്ലീലമായി പെരുമാറി, അപ്പൊ നിങ്ങളുടെ മോളെ ഇനി പഠിപ്പിക്കില്ല. അതിൽ മനന്നൊന്നാണ് ആ കുട്ടി ചാടി മരിച്ചത്. ഒരു കോളേജിൽ, എല്ലാ കോളേജിലും ഒരാളും ഒരു പെണ്ണ് സംസാരിക്കും. ഇത് വലിയ തെറ്റൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പക്ഷെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഏതൊരു മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും തരം താഴ്ന്ന റൂൾസ് ആണ്. സത്യം പറഞ്ഞാൽ എന്താണ് നെഹ്റു കോളേജിലെ ഇടിമുറികൾ എന്നതിന്റെ നിജസ്ഥിതി മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ അവിടെ 2008-2012 ബാച്ചിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ വരുന്ന ജവഹർലാൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. ആ സമയത്തും ആ കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയുക, നമ്മൾ നടത്തുന്ന ഏത് രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതികരണങ്ങളും ഏത് രീതിയിലുള്ള വിദ്യാർത്ഥി സമരങ്ങളും വളരെ ശക്തമായ രീതിയിൽ അടിച്ചമർത്തി വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളെല്ലാം വളരെ സ്വാധീനപരമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് നെഹ്റു ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഞാനതിന് ദൃക്സാക്ഷിയാണെന്നും പറയാം. കാരണം എൻ്റെ സുഹൃത്തുക്കളെ അടിവയറിൽ മുട്ടുകാല് കയറ്റി മൂത്രം വരെ പോയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഇടിമുറിയിൽ ഒരു വിദ്യാർത്ഥി അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഗുണ്ടകളുടെ മർദ്ദനം വരെ പണ്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഇവിടെ വരുമ്പോൾ, ഇപ്പോൾ 4th ഫൈനൽ ഇയർ ആയി. ഇപ്പോൾ ഈ ഫൈനൽ ഇയറിൽ പോലും നമുക്ക് കേൾക്കാനുണ്ട് നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരും അല്ലെങ്കിൽ സീനിയേഴ്സ് ഇവിടുന്ന് പാസ് ഔട്ടായ പിള്ളേർക്ക് പോലും ഇടി കിട്ടിയ ചരിത്രം ഇവിടെയുണ്ട്. പലരും പേടിച്ച് പറയാതിരിക്കുന്ന അവസ്ഥയാണ്. അന്ന് മുൻപന്തിയിലുണ്ടായിരുന്ന മിക്ക വിദ്യാർത്ഥികളും ഇപ്പോഴും അവരുടെ പേപ്പറുകൾ കിട്ടിയിട്ടില്ല, ഇപ്പോഴും അവരുടെ ഇൻറ്റേർണൽ മാർക്സ് തന്നിട്ടില്ല, ഇപ്പോഴും അവരുടെ അറ്റൻഡൻസ് കൊടുത്തിട്ടില്ല എന്ന പേരിൽ അവരിപ്പോഴും +2 എന്ന ഒരു മിനിമം ക്വാളിഫിക്കേഷനോട് കൂടി ഇപ്പോഴും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിഷയത്തിൽ വിദ്യാർത്ഥി നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? SFI അതിൻ്റെ ഭാഗമായി ശക്തമായ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ കേരള സമൂഹത്തോട് പരസ്യമായി പറഞ്ഞു, ഇടിമുറികൾ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ആവശ്യമില്ല. ഇടിമുറികൾ ഞങ്ങൾ അടിച്ച് തകർക്കുക തന്നെ ചെയ്യും. ആ നിലയിൽ ഇടിമുറികൾ അടിച്ചു തകർക്കാനുള്ള പ്രവർത്തനങ്ങൾ SFI ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു ജിഷ്ണു ഇനി ആവർത്തിക്കാതിരിക്കാൻ, ഒരു അച്ഛൻ്റെയോ ഒരു അമ്മയുടെയോ കണ്ണുനീർ കേരളത്തിലെ ഇത്തരം വിഷയങ്ങളുടെ ഭാഗമായി വരാതിരിക്കാൻ ഏറ്റവും ജാഗ്രതയോടെയുള്ള ഇടപെടലുകളാണ്
SFI തുടക്കം കുറിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വളരെ തണുപ്പൻ പ്രതികരണമാണ്. മാനേജ്മെൻറ്റിനെ പോലെ തന്നെ 4 ദിവസം കഴിഞ്ഞു സർക്കാരും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. ഇവിടെ സർക്കാർ മാത്രം സഹായം കൊടുത്താൽ പോരാ, മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി ആ കുട്ടിക്ക് കൊടുക്കണം. അവിടെ NRI സീറ്റിലാണ്, ലക്ഷങ്ങൾ ഫീസ് അടച്ചിട്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കണം. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, പോലീസ് കേസെടുക്കണം. മർദ്ദനമേറ്റു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവുണ്ട്. മൂക്കിൻ്റെ പുറത്ത് മർദ്ദനമേറ്റതിൻ്റെ ഫോട്ടോ വരികയാണ്. അവരെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. ഇവിടെ വകുപ്പ് തല അന്വേഷണം മാത്രം നടക്കുകയാണ്. അത് തന്നെ പ്രഹസനമാണ്. ജിഷ്ണുവിൻ്റെ ആത്മഹത്യ ശരിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അരാജകവാദത്തിൻ്റെയും സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെയും പീഡനത്തിൻ്റെ ഫലമായിട്ടാണ് ജിഷ്ണുവിൻ്റെ ആത്മഹത്യ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജിഷ്ണു എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചും ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പീഡനങ്ങളെ പ്രതിഷേധിച്ചും ABVP ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് ABVPയുടെ തീരുമാനം. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിട്ടതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ സ്വാശ്രയ കോളേജുകളിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ മാനേജ്മെൻറ്റുകളും കേരളത്തിലെ രക്ഷിതാക്കളും മാധ്യമങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് കോടതിയുടെ സഹായത്തോടെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രീയവാദ ക്യാമ്പസുകൾ കടന്നു വന്നു. മാനേജ്മെൻറ്റുകളെ ചോദിക്കാൻ അവിടെ ആരുമില്ല, അവരെ വെല്ലാനും വെല്ലുവിളിക്കാനും അവരെ ചോദ്യം ചെയ്യാനും ആരുമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇംഗിതങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ഇടങ്ങളായി ഇവർ ക്യാമ്പസിനെ മാറ്റിയെടുത്തു. ഇന്ന് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളൊക്കെ മാഫിയ തലവന്മാരെ പോലെ പ്രവർത്തിക്കുകയാണ്. കുട്ടികൾക്കൊന്നും പറയാൻ കഴിയില്ല. പരാതി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ പീഡിപ്പിക്കുകയാണ്. ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട് ഇവരുടെ കയ്യിൽ. ഇന്റേണൽ അസസ്മെന്റ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ ഇന്റേണൽ അസാസിനേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുക. ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ തുടച്ചു നീക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുക, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വളർത്തുക എന്ന ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് തികച്ചും വിദ്യാർത്ഥികളെ ചട്ടുകമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ കച്ചവടത്തിനാണ് മാനേജ്മെൻറ്റുകൾ ശ്രമിക്കുന്നത്. അതിനെതിരെ നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ അവിടെ നിന്നും തുടച്ചു നീക്കുവാനാണ് മാനേജ്മെൻറ്റുകൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. നെഹ്റു കോളേജ് തന്നെ ഉദാഹരണമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ABVP പോലുള്ള പ്രസ്ഥാനങ്ങൾ അവിടെ യൂണിറ്റ് തുടങ്ങാൻ നേരത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയ ക്യാമ്പസാണ് മാനേജ്മെൻറ്റാണ് നെഹ്റു കോളേജ് മാനേജ്മെൻറ്റ്. അതുപോലെ നിരവധി ക്യാമ്പസുകൾ കേരളത്തിലുണ്ട്. അവരുടെ ലക്ഷ്യം വിദ്യാഭ്യാസ കച്ചവടം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ആ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കച്ചവടം നഷ്ടമാകും എന്നറിഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ അതിദാരുണമായിട്ട് പീഡിപ്പിക്കുന്നത്. ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥി അദ്ദേഹം മരിച്ചത് തന്നെ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ തന്നെ ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി പീഡനത്തിൻ്റെ ഫലമാണ്, മാനേജ്മെൻറ്റ് വിദ്യാർത്ഥി പീഡനത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ തന്നെ സംഘടനാപരമായി ശക്തമായ സമരങ്ങൾ എല്ലായിടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനും അവിടങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ പരിശോധിച്ച് നോക്കിയാൽ നെഹ്റു കോളേജ് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ക്യാമ്പസുകളിലൊന്നും വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയമില്ല. ഇവിടെയൊന്നും ജനാധിപത്യ വേദികളില്ല. അരാഷ്ട്രീയ ക്യാമ്പസുകളാണ് ഇതെല്ലാം. അവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങളോട് SFIയുടെ പ്രവർത്തനം വേണമെന്ന് അവർ തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം ഗുണ്ടകളായി തീരുന്ന മാനേജ്മെൻറ്റുകൾക്കെതിരായ ഇടപെടൽ ഞങ്ങൾ നടത്തുകയാണ്. ഈ അച്ചടക്കങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ക്യാമ്പസുകളിൽ നടത്തുന്നത് അത് വിദ്യാർത്ഥികളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പം തന്നെ നെഹ്റു കോളേജിൽ തന്നെ സംഭവിച്ചത് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആ ഐഡൻറ്റി കാർഡ് ഇട്ട് വരിക എന്നുള്ള സംവിധാനം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുക എന്നുള്ള സംവിധാനം, ഇത് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ PROയുടെ റൂമിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്ന അവസ്ഥ വരെ. ഈ അച്ചടക്കം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, വിദ്യാർത്ഥികളെ മർദ്ദിച്ചാണോ നടപ്പിലാക്കേണ്ടത് എന്ന ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഈ നെഹ്റു കോളേജിൽ ഉണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് എതിരെ അത്തരത്തിലല്ല അച്ചടക്കം നടപ്പിലാക്കേണ്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും ഒരുമിച്ചൊരു നയരൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനും വിദ്യാർത്ഥി പ്രവർത്തനങ്ങളെയും വിദ്യാർത്ഥികളുടെ മാനസികമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലും ഉള്ള
നടപടികളിലേക്ക് പോകാതെയായിരിക്കണം അച്ചടക്കം നടപ്പിലാക്കേണ്ടത് എന്നാണ് ABVPയുടെ. ഇന്ന് ക്യാമ്പസുകളിൽ ഇടിമുറിയുണ്ട്. ക്യാമ്പസുകളിൽ SFI ഇടിമുറി ഉണ്ടെന്ന് SFI പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് മാത്രമല്ല ഇടിമുറി, ഇന്നലകളിലും ക്യാമ്പസുകളിൽ ഇടിമുറി ഉണ്ടായിരുന്നു. അത് സ്പോൺസർ ചെയ്തത് SFIക്കാരാണ്. ഇന്ന് SFIക്കാരുടെ ഇടിമുറികൾ രാഷ്ട്രീയം നിരോധിച്ചതോടെ മാനേജ്മെന്റുകൾ പിടിച്ചെടുത്തു എന്ന് മാത്രം വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ഇടിമുറികൾ എല്ലാ കാലത്തും ഇല്ലാതാവണമെങ്കിൽ ശക്തമായ ഫലപ്രദമായ നടപടികൾ ഉണ്ടാവണം. ഒന്ന്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിയമപരമായ അവകാശമാക്കി മാറ്റണം. അപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അക്രമ രാഷ്ട്രീയവും ഉപേക്ഷിക്കണം. അപ്പോൾ രക്ഷിതാക്കൾ തിരിച്ചറിയണം, രക്ഷിതാക്കളുടെ ആ തെറ്റായ ധാരണ, ഇത്തരം മാഫിയകളുടെ, സ്വാശ്രയ ഗുണ്ടകളുടെ, മാഫിയകളുടെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷിതാക്കളിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുള്ളത്. ഇവിടെ നെഹ്റു കോളേജിനകത്ത് വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇടിമുറികൾ വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാർക്കിൻ്റെ പേരിലെ പീഡനങ്ങൾ മാനേജ്മെന്റ് നടത്താൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കേരളത്തിൽ തന്നെ ചില ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ യൂണിറ്റുകളുണ്ട്. അവിടങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെ അതിൽ ബോധവാന്മാരാവേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ തിരിച്ചറിയണം രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അരാഷ്ട്രീയ ക്യാമ്പസുകളാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഈ കഞ്ചാവിൻ്റെയും റാഗിങ്ങിൻ്റെയും ഇത്തരം അരാജകത്വ പ്രവണതകളും പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി തിരിച്ചറിവുണ്ടായാൽ ഒരു പൊതു ജനകീയ പ്രവർത്തനമാക്കി ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ഇടപെടണം. മറ്റ് പല സംഭവങ്ങളും എന്നതുപോലെ ജിഷ്ണുവിൻ്റെ ആത്മഹത്യയും വാർത്തയായി മാത്രം അവസാനിക്കാതിരിക്കാൻ ശക്തമായ ഇടപെടലുകളാണ് ആവശ്യം. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന അസുഖകരമായ വാർത്തകളിൽ ആദ്യത്തേതല്ല ജിഷ്ണുവിൻ്റെ ആത്മഹത്യ. എന്നാൽ ഇത് അവസാനത്തേതും ആകുകയില്ല. രജനി സാനന്ദിൻ്റെ ആത്മഹത്യയിൽ തുടങ്ങിയ നീറുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും സമസ്യയായി തുടരുന്നതിനിടെയാണ് മറ്റൊരു ജീവത്യാഗം കൂടി വാർത്തയാകുന്നത്. ഭരണകൂടത്തിനോട് ഓപ്പൺ ഫോറത്തിന് ഒന്നേ ചോദിക്കാനുള്ളൂ: എന്തിനാണ് നിങ്ങൾ ഇത്ര വൈകുന്നത്? നടപടികളെടുക്കാൻ എന്തിനാണ് ഇത്ര താമസം? മറ്റൊരു ജീവൻ കൂടി അകാലത്തിൽ പൊലിയുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? നീറുന്ന സമസ്യകൾ ബാക്കി വെച്ചുകൊണ്ട് ഓപ്പൺ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മാതൃഭൂമി.com ലോഗിൻ ചെയ്യുക.